ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം. ദാമ്പത്യ സ്നേഹത്തെ പൂർണ്ണമാക്കുന്നതാണ് വിവാഹത്തിൻ്റെ കൃപാവരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു. നമ്മൾ വിവാഹത്തിലെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവമായ ചർച്ചകളിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു. ഈ ചർച്ചകളിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്ന അതിഥികളെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നാം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത ധ്യാനഗുരുവും സെൻറ് തോമസ് കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ KM ഫ്രാൻസിസ് മാഷിനെ നമ്മുടെ ഈ ചർച്ചാവേദികളെ സമ്പന്നമാക്കുന്ന സാറിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സിസ്റ്റർ നീമ ഗ്രേസിനെയാണ്. സിസ്റ്റർ നീമ ഗ്രേസ് കുടുംബ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽ അംഗവുമാണ്. സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അമല മെഡിക്കൽ കോളേജിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റും കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും വിവാഹ ഒരുക്ക ക്ലാസ്സുകളിലും ഒക്കെ സജീവ സാന്നിധ്യമാകുന്ന ഡോക്ടർ ബെറ്റ്സി. ഏറെ സ്നേഹത്തോടെ ഡോക്ടറിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മാർപ്പാപ്പയുടെ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക ലേഖനത്തിലെ 4-ാം അധ്യായമായ സ്നേഹം വിവാഹത്തിൽ എന്ന അധ്യായത്തിൻ്റെ കൂടുതൽ ചർച്ചകളിലേക്കാണ് നാം കടക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നാം ചർച്ച ചെയ്യുകയുണ്ടായി. വിവാഹത്തിലെ ആ ഒരു സ്നേഹത്തിൻ്റെ തീവ്രതയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. വിവാഹം കഴിക്കുന്നത് സ്നേഹിക്കാനാണ് നമ്മൾ പറയുമ്പോഴും പലപ്പോഴും കുടുംബങ്ങളിൽ പരസ്പരമുള്ള കലഹവും വഴക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്? എങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇന്നത്തെ ചർച്ചകൾ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ കുടുംബങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പരാതിയാണ് എന്നെ സ്നേഹിക്കുന്നില്ല, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നില്ല, ആ സ്നേഹം വേണ്ടതുപോലെ കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ഒത്തിരി ആളുകളെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള പരാതികൾക്കിടയിൽ അവർക്ക് എന്താണ് നമുക്ക് ഈ പരാതിക്ക് പരിഹാരമായിട്ട് നിർദ്ദേശിക്കാനുള്ളത്? പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട്, എങ്ങനെ സ്നേഹിക്കുക? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ ചിലരുത്തരം കണ്ടെത്തുന്നത് ലൈംഗികതയാണ്. ലൈംഗികതയില്ലാതെ സ്നേഹിക്കാൻ പറ്റുമോ? ഇതൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണല്ലോ, സത്യം പറഞ്ഞാൽ ലൈംഗികതയല്ലേ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഡോക്ടറൊക്കെ എങ്ങനെയാണ് മറുപടി കൊടുക്കുക എന്നുള്ളത് ഡോക്ടർ തന്നെ പറയണം. നമ്മുടെ ഈ സമൂഹം വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് മാഷ് പറഞ്ഞത്. ആ ഒരു ലൈംഗികതയാണ് വിവാഹ ജീവിതത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇറോസ്, അല്ലേ? ഇറോട്ടിക് ലവിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ശരിക്കും അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഇറോസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് പദമാണ്. ഇറോട്ടിക് ലവിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ട്, അതായത് ശരീരത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സെക്സ്. നമ്മൾ മനുഷ്യൻ സാധാരണയായിട്ട് സെക്സ് എന്ന് പറയുന്നതാണ് ഇറോട്ടിക് ലവ്. പക്ഷേ പലപ്പോഴും ആ സെക്സിൽ കൂടെ മനുഷ്യർ അതിൻ്റെ അപ്പുറമുള്ള തലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നില്ല പലപ്പോഴും. പക്ഷെ വിവാഹത്തിൽ സെക്സ് വളരെ അനിവാര്യമായ കാര്യമായിട്ട് വേണം, അല്ലെങ്കിൽ കുടുംബങ്ങളെ പിടിച്ചു നിർത്താനായിട്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് ഫാമിലി അല്ലെങ്കിൽ കുടുംബം. ഈ കുടുംബത്തിനെ പിടിച്ചു നിർത്താനായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ളൊരു വലിയ ദാനമാണ് സെക്സ്. പക്ഷെ നമ്മളതൊരു ശാരീരിക സുഖത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു എന്നുള്ളതിലാണ് നമുക്ക് തെറ്റുപറ്റുക. പക്ഷേ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. കാരണം പലപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ലൈംഗികതയെ നിഷേധിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട്. ലൈംഗികത ഇല്ലെങ്കിൽ മനുഷ്യവർഗമില്ല. അപ്പം ദൈവം തന്ന, ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ദൈവം തന്ന ഒരു വലിയ ദാനമാണ് ലൈംഗികത. പക്ഷെ അത് ഒരു സ്വയം കേന്ദ്രീകൃതത്വത്തിലേക്ക് വരുന്നു. അതാണ് ഇന്ന് കൂടുതൽ സംഭവിക്കുന്നത്. അത് കൂടുതൽ ഇപ്പോൾ ഡോക്ടർ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ കലഹം ഉണ്ടാകുന്നത്? വിശുദ്ധ അഗസ്തീനോസ് ഒരിക്കൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ പ്രശ്നം ദൈവനിഷേധത്തോളം എത്തുന്ന സ്വയം സ്നേഹമാണെന്ന്.
അപ്പോൾ ഈ സ്വയം സ്നേഹത്തിന് പറയുന്ന പേരാണ് നാർസിസം. ഇതും ഒരു ഗ്രീക്ക് പദമാണ് നാർസിസം എന്ന് പറഞ്ഞാൽ. കാരണം നാർസിയൂസ് എന്ന് പറയുന്ന ഒരു ദേവനാണെന്നാണ് പറയണത്. പുഴയിൽ സ്വന്തം ചിത്രം നോക്കിയിരുന്ന് മരിച്ചുപോയി. നമ്മളിന്ന് ഈ കാണുന്ന ഈ സെൽഫി സംസ്കാരമൊക്കെ സെൽഫി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിരിക്കണ ഈ TV പ്രോഗ്രാം ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് എൻ്റെ ചിത്രമാണ്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നാളെ പത്രത്തിൽ വന്ന ഗ്രൂപ്പ് ഫോട്ടോയിൽ എൻ്റെ ഫോട്ടോ ഉണ്ടോയെന്ന് നോക്കണേ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു വീഴ്ചയാണ്. അതെന്തുകൊണ്ടാണ് പറ്റിയത്? അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടാലേ പ്രതിസന്ധികൾക്ക് പരിഹാരമുള്ളൂ. എന്താണ് ഈ നാർസിസത്തിലേക്ക് തന്നെ വരുന്നത്? എനിക്ക് കിട്ടാത്ത സ്നേഹം ഞാൻ തേടി പോവുകയാണ് എന്നിലേക്ക് തന്നെ. അപ്പൊ എനിക്ക് എവിടെ നിന്നാണ് സ്നേഹം കിട്ടാത്തത്? അത് കുടുംബത്തിൽ നിന്ന് കിട്ടണം. അത് സിസ്റ്റർ പറഞ്ഞത് ഇവിടെയാണ് ഇതിന്റെ ഉത്തരം കിടക്കുന്നത്. ഈ ലൈംഗികതയുടെ പെർവേർഷൻസിലേക്കും വൈകൃതങ്ങളിലേക്കൊക്കെ പോകുന്നതിന്റെ കാരണം ലൈംഗിക വൈകൃതങ്ങളുടെ അടിസ്ഥാന കാരണം കിടക്കുന്നത്, ഇപ്പോൾ എനിക്ക് ആദ്യം വേണ്ടത് എനിക്ക് ആരുടെ സ്നേഹം? എൻ്റെ അമ്മയുടെ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള വഴി. എൻ്റെ മാതാപിതാക്കളുടെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ സ്പർശിച്ചാലാണ് അതെന്താ ഡോക്ടറുടെ അഭിപ്രായം? ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങളെ മാതാവിന്റെ ഉള്ളിൽ വെച്ച് തന്നെ മാതാവിന്റെ വികാരങ്ങൾ മുഴുവൻ കിട്ടുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഡെലിവറി ചെയ്തൊരു അമ്മയാണ്. അപ്പൊ ആ അമ്മയുടെ അമ്മ വന്ന് എന്നോട് പറയാണ്, ഈ കുഞ്ഞിനെ ഞാൻ 2 മാസം ഗർഭം ഉള്ളപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവൾ ഒത്തിരി ടെൻഷനിൽ കൂടെയാണ് കടന്നു പോയത്. അതായത് അത് കഴിഞ്ഞിട്ടുള്ള 7 മാസവും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ ടെൻഷൻ മുഴുവൻ ഞങ്ങൾക്ക് ലൈവ് റൂമിൽ കാണാം. ശരിക്കും ഞാൻ ചുമ്മാ പോയി ചോദിച്ചത് എന്താ ഇത്രയും ടെൻഷൻ അടിക്കും. അപ്പോൾ ആ കഥകൾ മുഴുവൻ പറയാം. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ആ അമ്മയിൽ നിന്ന് കുഞ്ഞിന് കിട്ടുന്ന വികാരങ്ങളും. തീർച്ചയായിട്ടും ജനിച്ചൊരു കുഞ്ഞിന് ആ മാതാപിതാക്കളുടെ സ്നേഹസ്പർശം വളരെ പ്രധാനപ്പെട്ട. ഞാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ഓർക്കാണ്, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആശുപത്രിയിൽ വന്ന ഒരു പയ്യൻ, 19 വയസ്സുകാരൻ. അവനിങ്ങനെ വളഞ്ഞുകൂടി വളരെ ഇൻട്രോവേർട്ടായി, അവനൊരു സെൽഫ് എസ്റ്റീമൊന്നും ഇല്ല. ഞാൻ അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചേ, ഇവനെ നിങ്ങൾ ഉദരത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അപ്പോൾ അവരിങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ സമയത്ത് അവരുടെ ജീവിതത്തോട് മടുപ്പും ഒരു താല്പര്യക്കുറവും അത് തന്നെ ഇന്ന് 19 വയസ്സായിട്ടും അവനൊരു ജീവിതത്തിൽ ലക്ഷ്യമില്ല. അവനല്പം ഡ്രഗൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു സ്വയം ഇങ്ങനെ ഉള്ളിലേക്ക് ചുരുങ്ങുന്ന ഒരു ചെറുപ്പക്കാരനെ കഴിച്ച ഇത് ശരിക്കും ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഒരു കുട്ടിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ആഗ്രഹമുള്ളത് തലോടുക, അമ്മ മുത്തം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം ആരെങ്കിലും സ്പർശിക്കുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു കോരിത്തെരിക്കലുണ്ടാവണത്. ഇപ്പം എൻ്റെ മേലങ്ങനെ ഭാര്യ വെറുതെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു സുഖം പോലെ തോന്നുന്നു. അത് സെക്സ് ആണോ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി കെയറിങ്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ എത്ര വലിയ പനിയുണ്ടെങ്കിലും അമ്മ വന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പനിയുടെ ഡിഗ്രി കുറയാണ്. അപ്പോൾ ഈ സ്നേഹം സ്വീകരിക്കുന്നതിൻ്റെ ആദ്യത്തെ തലം എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് ഉള്ള സ്നേഹമാണ്. അപ്പം ഈ തലോടലില്ലാതായാൽ എനിക്ക് സ്നേഹിക്കപ്പെടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു. അപ്പം എനിക്ക് സ്നേഹിക്കാൻ വേറെ ആരും എന്നെ ഇല്ലെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ മേല് തൊടണമെന്ന്. അങ്ങനെ എൻ്റെ മേല് തൊടുന്നതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകുന്നതാണ് ലൈംഗികമായ എല്ലാ പെർവേർഷനിലേക്ക്. ഇപ്പോൾ ഒരു മിനിറ്റ്, മാഷ് നേരത്തെ പറഞ്ഞല്ലോ നാർസിസം എന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഈ സ്നേഹം പുറത്തുനിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടാതാവുന്നതുകൊണ്ടാണോ നമ്മൾ സ്വയം ഉള്ളിലേക്ക് വലിയ കാരണം? അതാണോ? അതെ, പ്രാഥമികമായിട്ട്. പക്ഷെ ഇവിടെ ഈ ചർച്ച അപകടത്തിൽ കൊണ്ടെത്തിക്കും. കാരണം അപ്പോൾ ആൾക്കാർ ഒരു പെഡഗോഗിക്കല് ശരിയാണ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ വളർച്ചാക്രമത്തിൽ അമ്മയുടെ സ്നേഹം കിട്ടണം, അപ്പൻ്റെ സ്നേഹം കിട്ടണം. ആ സ്നേഹം ലഭിക്കുമ്പോഴാണ് സ്നേഹിക്കപ്പെട്ടു എന്ന അടിസ്ഥാന വികാരം നമുക്കുണ്ടാവുക. അപ്പം ഇത് കേട്ടിരിക്കുന്ന ചിലർ ചിന്തിക്കാൻ തുടങ്ങും, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഞാൻ എന്തുകൊണ്ടാണ് നശിച്ചിരിക്കണേ, അത് ശരിയല്ലാത്തതുകൊണ്ട്. അവിടെ നമ്മൾ തിരിച്ചറിയണം, അത് കുട്ടികളായിരിക്കുമ്പോൾ അത് പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ പ്രായമെത്തുമ്പോൾ സ്വയംബോധം വരുമ്പോൾ റോമിയോ ജൂലിയറ്റ് എന്ന് പറയുന്ന ഒരു പ്രണയ കാവ്യമുണ്ട്. രണ്ടുപേരും പരസ്പരം മരിക്കുന്നതാണ് സ്നേഹം കൊണ്ട്. ആ പ്രണയകാവ്യത്തിൽ റോമിയോ ജൂലിയറ്റിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയൂ? ഞാൻ നിന്നെ പ്രേമിക്കും തോറും ഞാൻ നിന്നെ
സ്നേഹിക്കും തോറും എൻ്റെ സ്നേഹം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിച്ചില്ല എന്നതിനേക്കാൾ ഉപരി ബോധപൂർവം ഞാൻ അവരെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് വളരുമ്പോൾ എന്നിലെ സ്നേഹം എന്നിൽ വളർന്നു വരും. ഇതിനുള്ള കരുത്താണ് യേശുധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. മാർപ്പാപ്പ പറയണ യേശുധ്യാനത്തിലൂടെ ലഭിക്കുന്ന സ്നേഹം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ വളർന്നു 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 വരണം. ദൈവം സ്വപുത്രനെ പോലും നമ്മളെ സ്നേഹിച്ചു, പക്ഷെ അതൊരു അറിവായിട്ട് നിലനിൽക്കുള്ളൂന്ന്. അറിവാവാതെ ഈ സ്നേഹം അനുഭവമാകണമെങ്കിൽ നമ്മൾ കൊടുക്കും തോറും ഈ കിട്ടിയത് വലുതായി വലുതായി വലുതായി. അല്പം കഴിയുമ്പോൾ അത് ഒരു സഹോദര സ്നേഹത്തിന്റെ തലത്തിലേക്ക് വലുതായി വരണം. അതാണ് നമ്മൾ ഫീലിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്സ് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർ തമ്മിലുള്ള ഐക്യം അതിനേക്കാൾ ഉപരിയായി വളർന്നു വരുന്ന ഒരവസ്ഥ. എൻ്റെ ഒരു ആങ്ങളയോടും ആങ്ങളെ പെങ്ങളോടുമുള്ളൊരു സ്നേഹബന്ധം ഉണ്ടല്ലോ, അത് ബിയോണ്ട് വേർഡ്സ്, വാക്കുകൾക്ക് അപ്പുറത്താണ്. ചില കുടുംബങ്ങളെ സംസാരിക്കാൻ പറയാറുണ്ട്, ഞങ്ങളിപ്പോൾ ആങ്ങളെ പെങ്ങന്മാരെ പോലെയാണ്. ഭാര്യ ഭർത്താവിനെ നോക്കി, അല്ല ഭർത്താവ് ഭാര്യ നോക്കി പറയാണ് എൻ്റെ പെങ്ങളെ പോലെയാണ് ഇവിടെ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ലൈംഗികത പങ്കുവെക്കലൊന്നും ഇല്ല, പക്ഷെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹോദര്യമുണ്ട്. എറണാകുളം അതിരൂപതയുടെ അവിടുത്തെ ഫാമിലി അപ്പോസ്റ്റലും ഡയറക്ടർ അച്ഛൻ പറയാണ്, അന്ന് ഞങ്ങൾ ഒരു ധ്യാനത്തിന് പങ്കെടുക്കുമ്പോൾ അച്ഛൻ ചോദിച്ചേ, ആദ്യം നാളുകളിലൊക്കെ നമ്മൾ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ എന്ത് പറയും, ഐ ലവ് യു എന്ന് പറയും. ഐ ലവ് യു ടു, അച്ഛൻ തമാശയായിട്ട് പറഞ്ഞു ഐ ലവ് യു 2, ഐ ലവ് യു 3, ഐ ലവ് യു 4 ഒക്കെ പറയാൻ രസമാണ്. പക്ഷെ അല്ലാത്തൊരു സാഹചര്യം വരുമ്പോഴും ആ ഒരു സ്നേഹത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും ആ സ്നേഹം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഈ സഹോദര സ്നേഹം. ഒരു തരം സുഹൃത്ത് ബന്ധത്തിലേക്ക് വരുമെന്ന്, നല്ല കൂട്ടുകാരുടെ പോലെ ആണോ സിസ്റ്റർ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, നല്ല ഒരു സുഹൃത്തുക്കളായി മാറും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മാനത്ത് കാണുന്ന ഒരവസ്ഥ അപ്പുറത്തെ ആൾക്കുണ്ടാവും. ഇപ്പം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അങ്ങനെയാണല്ലോ, എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ആങ്ങളയ്ക്ക് ഓട്ടോമാറ്റിക് ടെലിപ്പതി ഫീൽ ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്ക് അവര് ചിലപ്പോഴെങ്കിലും ദാമ്പത്യ ബന്ധത്തിന്റെ വളർച്ചയിൽ സ്ത്രീകൾക്ക് ഒരു സമയം കഴിയുമ്പോഴേക്കും ലൈംഗിക താല്പര്യം കുറയും. ശാരീരികമായി ബയോളജിക്കലായിട്ട് തന്നെ അങ്ങനെയാണെന്ന് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയും ഈ ഒരു സാഹോദര്യ ബന്ധത്തിലേക്ക് വളരുകയും ചെയ്താൽ തന്നെ, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ തന്നെ പല കുടുംബങ്ങളിലെയും എനിക്ക് തോന്നുന്നു സാധാരണ ഈ ശൂന്യതാബോധം വരുന്നതേ ഒരു മധ്യവയസ്കനോട് ചേർന്നിട്ടാണ്, ഒരു 40-40 ശേഷമുള്ള ആ സമയത്താണ്. അപ്പോഴാണ് ഈ ബയോളജിക്കൽ ചേഞ്ചൊക്കെ വരുന്നതും. ആ ഘട്ടത്തിൽ തന്നെ ഈ സഹോദര സ്നേഹത്തിൻ്റെ ലെവലിലേക്ക് വളർന്നില്ല എങ്കിൽ ഭയങ്കര ശൂന്യതാബോധം ഈ ദമ്പതികളെ പിടികൂടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് ഈ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം. ഇത് പറയുമ്പോഴും ആ പ്രായത്തിലും ആരോഗ്യകരമായ ലൈംഗിക ജീവിതം പുലർത്തുന്ന ധാരാളം കുടുംബങ്ങൾ ഉണ്ട്. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് വ്യത്യസ്ത വ്യക്തികളിൽ വ്യത്യസ്തമാണെങ്കിലും വളർച്ച എന്ന് പറയുന്നത്, അതായത് ശാരീരിക കഴിവുകളും ഇതുകളില്ലാതാക്കുമ്പോൾ പലപ്പോഴും പുരുഷന്മാർക്ക് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് പല വീടുകളിലും കണ്ടെത്തിയിട്ടുള്ള. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് പുരുഷന്മാർ അഗാപ്പയിലെത്തണം. അത് സ്ത്രീകൾക്കത് പെട്ടെന്ന് തന്നെ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഗാന്ധിജിയുടെ പരീക്ഷണങ്ങളിൽ ഗാന്ധിജി പറയുന്നത്, എല്ലാവരും കേട്ടിട്ടുള്ളത് ഗാന്ധിജി ഒരു സന്യാസത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. പക്ഷെ ഗാന്ധിജിയുടെ ഒരു ലേഖനത്തിൽ ഗാന്ധിജി എഴുതിയിരിക്കുകയാണ്, യഥാർത്ഥത്തിൽ സന്യാസ ജീവിതം ആരംഭിച്ചത് ഞാനല്ല, ബായാണ്, കസ്തൂർബയാണ്. അപ്പോൾ ആ കസ്തൂർബയോട് എനിക്ക് വയലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ നോൺ വയലൻസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സന്യാസത്തിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ ഈ പൗലോസ്ലീഹ പറയുന്നില്ലേ, നിങ്ങൾ പരസ്പരം കൊടുക്കേണ്ട അവകാശം നിഷേധിക്കരുത്. ചില ഭാര്യമാരുടെ ഭാഗത്തെങ്കിലും പൂർണ്ണമായിട്ട് തൻ്റെ ജീവിത പങ്കാളിയോട് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന ചില കേസുകൾ കാണാറുണ്ട്. അതായത് ചില പെണ്ണുങ്ങൾ അവർക്ക് വിവാഹത്തിന് മുൻപ് തന്നെ ലൈംഗികതയോട് വിരക്തിയാണ്, വെറുപ്പാണ്. അങ്ങനത്തെ സ്ത്രീകൾ അനേകം പല കൗൺസിലിംഗ് സെൻറ്ററിലും എത്തിച്ചേർന്നതായിട്ട് എന്നോട് ഭർത്താക്കന്മാരുടെ സംസാരത്തിൽ നിന്ന്. കാരണം 2-4 കൊല്ലം കഴിയുമ്പോഴേക്കും സെക്ഷൽ ഫ്രിജിഡിറ്റി,
അത് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അതിനെ ഒടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് അതിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഇവിടെ ഭർത്താക്കന്മാർക്ക് അതിനോട് അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് സ്നേഹത്തിൻ്റെ അർത്ഥം. എന്നാലും അതിൽ സന്തോഷം ഉണ്ടാകുന്ന ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. കാരണം ഒരിക്കൽ ഞാൻ ഒരു അച്ഛൻ്റെ പ്രസംഗത്തിൽ കേട്ടു, ചൊവ്വാഴ്ച ദിവസം അന്തോണീസ് പുണ്യാളൻ്റെ ഉപവാസം, ബുധനാഴ്ച ദിവസം ഔസേപ്പിതാവിൻ്റെ ഉപവാസം, വെള്ളിയാഴ്ച ദിവസം കർത്താവിൻ്റെ ഉപവാസം. അങ്ങനെ നോക്കുമ്പോൾ ലൈംഗികതയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. അതൊരു പക്ഷേ മാനസിക വ്യതകൾ കൊണ്ടാകാം. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, അവിടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സൈക്കോളജിക്കൽ ഡിഫറൻസ് നമ്മൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു. അതായത് പുരുഷന്റെ ബ്രെയിനിൽ സെക്സിനൊരു വലിയൊരു സ്ഥാനമുണ്ട്. അത് ചിലപ്പോൾ 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സിൽ വരെ ചിലപ്പം അവന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുടുംബ പ്രശ്നങ്ങൾ, മക്കള് ജോലി സ്ഥലത്തെ പ്രാരാബ്ദങ്ങൾ, അതിനൊക്കെ ആയിരിക്കും അവളുടെ ബ്രെയിനിൽ വലിയൊരു സ്ഥാനം കൊടുക്കുക. ആ ഒരു സൈക്കോളജിക്കൽ ഇംബാലൻസ് മനസ്സിലാക്കാതെ അതിലേക്ക് ചെല്ലുമ്പോഴാണ് പല പല കുടുംബ പ്രശ്നങ്ങളിലേക്കും. ഞാനിത് സ്ത്രീനെ കുറ്റപ്പെടുത്തിയതായിട്ട് ഇത് വ്യാഖ്യാനിച്ചെടുക്കരുത്. കാരണം അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയെ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇത് കേൾക്കുന്ന ഓരോ ഭർത്താക്കന്മാരും ഭാര്യമാരും അവരുടെ ബുദ്ധിക്കനുസരിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യണം എന്ന അർത്ഥത്തിൽ പ്രശ്നത്തെ അവതരിപ്പിച്ചു എന്ന് മാത്രം. സ്നേഹത്തെക്കുറിച്ച് മാഷി ഈ പുസ്തകത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ പറയുന്നുണ്ട്, സ്നേഹം മറ്റുള്ളവനേക്കാൾ തന്നേക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുകയും. അത് എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള എങ്ങനെയാണ്, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എന്താണ് സ്നേഹം? ഓരോരുത്തരും തങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റുള്ളവന് നൽകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ഈ മനോഭാവം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ഈ ഒരു പ്രസ്താവന അറിഞ്ഞില്ലെങ്കിൽ ബൈബിളിലെ ഒരു വാചകം വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഭാര്യയുടെ ശരീരത്തിൻ്റെ അവകാശം ഭർത്താവിനാണ്, ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവകാശം ഭാര്യയ്ക്കാണ്. അപ്പോൾ പൗലോസ്ലീഹയുടെ വചനങ്ങൾ തന്നെ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. കാരണം പൗലോസ്ലീഹ വളരെ തന്ത്രപൂർവ്വം എന്ത് ചെയ്തു, ഭർത്താവിൻ്റെ ബോഡിയുടെ അവകാശം ഭാര്യയ്ക്ക് കൊടുത്തു, ഭാര്യയുടെ ബോഡിയുടെ അവകാശം എന്ന് പറഞ്ഞാൽ പരസ്പര ഉഭയസമ്മതം കൂടാതെ ഒരു കാരണവശാലും ലൈംഗികത എന്ന പ്രക്രിയയ്ക്ക് ക്രിസ്തീയ സ്നേഹത്തിൽ സ്ഥാനമില്ല. അതുകൊണ്ടാണ് ജോൺ പോൾ പറഞ്ഞ് സമ്മതമില്ലാത്ത ലൈംഗികത ബലാത്സംഗമാണെന്ന്. പല കുടുംബങ്ങളിലും ഇങ്ങനെ ഒരു അവസ്ഥ നടക്കുന്നുണ്ട്. ബലാത്സംഗം ഇല്ലാതെ നടക്കുന്ന ഫോഴ്സ്ഡ് ആയിട്ടുള്ള ദാമ്പത്യ ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് ഈ സ്നേഹം ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യവും. നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ ഈ സ്നേഹം വളരേണ്ടത് അഗാപ്പയിലേക്കാണെന്നും നമ്മളിപ്പോഴൊരു ക്ലിപ്പിങ്ങിലേക്ക് പോവാണ്. അങ്ങനെ തൻ്റെ ജീവിതം മാറ്റിവെക്കുന്ന, അല്ലെങ്കിൽ ലൈംഗികതയ്ക്കപ്പുറത്ത് ദാമ്പത്യ ജീവിതത്തിൽ അർത്ഥമുണ്ടെന്ന് നമ്മളോട് ഈ ക്ലിപ്പിങ്ങിൽ ഒരു ഭാര്യ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ആ ക്ലിപ്പിങ് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബേബി. ജീവിത പങ്കാളിയാണ് കൂടെ ആയിരിക്കുന്നത് ജോയി. 21-22 വർഷത്തോളമായി അരക്കീഴോട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ഒത്തിരി പ്രതീക്ഷകളോട് കൂടെയാണ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. 20 വയസ്സ് പ്രായത്തിൽ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ ഒരു സാഹചര്യം, തളർന്നു പോയി ആക്സിഡൻറ്റ് പറ്റി 1 വർഷം കഴിഞ്ഞപ്പോൾ, ഞാൻ 8 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ജീവിത പങ്കാളി തളർന്നു പോയി എന്നുള്ളത് എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഒത്തിരി താങ്ങുന്നതിൻ്റെ അപ്പുറമായിരുന്നു. ICUവിൻ്റെ ഉള്ളിലൂടെ ജീവിത പങ്കാളിയെ കാണാനായിട്ട് എന്നെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും പുറത്തിരുന്ന് പൊട്ടിക്കരയുക. ആ സമയം എനിക്കിതൊന്നും അറിയില്ല. ജീവിത പങ്കാളി അവസ്ഥയിലാണ്, തളർന്നു പോയി, ഇനി നടക്കുന്ന ഒരവസ്ഥ ജീവിത പങ്കാളിയിൽ ഇല്ല എന്ന് ഒരിക്കലും എനിക്ക് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം അത്. ആ ഒരു സാഹചര്യത്തിൽ ഓർമ്മ വന്ന സമയത്ത് ജീവിത പങ്കാളി എന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. ഹോസ്പിറ്റലിൽ എന്നാണ് അഡ്മിറ്റ് ആവേണ്ടത്, ഒത്തിരി കാര്യങ്ങൾ. ജീവിത പങ്കാളിയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി വേദനകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ.
സഹനങ്ങളുണ്ട്, ഒത്തിരിയേറെ രോഗങ്ങൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിലും പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വേദന എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് താങ്ങുന്നത് ഒന്നായിരുന്നില്ല. കാരണം എത്രമാത്രം സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഇന്ന് ഓർക്കുകയാണ്, എൻ്റെ ശരീരത്തിൽ ഒരു അവയവത്തിന് എങ്ങനെ കേടുവരുമ്പോൾ ഞാൻ വേദനിക്കും, അതേ അനുഭവത്തിലാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വേദന കടന്നു വരുമ്പോൾ. എനിക്കറിയില്ല, അനാദികാലം മുമ്പേ ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. ഈ തെരഞ്ഞെടുപ്പാകാം ഒരുപക്ഷെ പരസ്പരം, ഇപ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ചില അസ്വസ്ഥതകളും ചില വേദനകളും ചില പരസ്പരം അസ്വസ്ഥപ്പെടുത്തുന്ന സംസാരങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നിരുന്നാൽ ഒരു രാത്രി പോലും മാറിക്കിടക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലില്ല. എപ്പോഴൊക്കെ എനിക്ക് ഒന്ന് ഉറങ്ങണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് എനിക്ക് കിടക്കണം, അല്ലാതെ എനിക്ക് ഉറങ്ങാനാകില്ല. ഇന്ന് കുടുംബങ്ങളെ ഒത്തിരിയേറെ തകർന്നുകൊണ്ടിരിക്കുക. പല കുടുംബങ്ങളിലും നിസ്സാര കാര്യങ്ങൾക്കാണ് അസ്വസ്ഥത കടന്നു വരുന്നത്. കുടുംബജീവിതത്തിൽ മറ്റുള്ളവർക്കൊരു മാതൃകയാകണം, കുടുംബജീവിതത്തിൽ ദൈവം ഞങ്ങളിലൂടെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് യഥാർത്ഥമായ ഒരു തിരിച്ചറിവ് ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈശോ ആഗ്രഹിക്കുന്നത് ഈ അവസ്ഥയിലൂടെ അനേകരുടെ ജീവിതത്തിൻ്റെ കണ്ണീര് ഒപ്പുവാനായിട്ടാണ്. ഈ ആയിരിക്കുന്ന അവസ്ഥയിലും ഇന്ന് ജീവിത പങ്കാളി ശുശ്രൂഷിക്കുവാനും ജീവിത പങ്കാളിയുടേതായ ദിനചര്യകളെ ചെയ്തു കൊടുക്കുവാനും എല്ലാം കർത്താവ് എന്നെ ബലപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് അനുദിനവും എനിക്ക് ചെയ്തു തീർക്കുവാനായിട്ട് കഴിയുക. അനുദിന ജീവിതത്തിൽ ദൈവം നടത്തുന്നതിനേക്കാളും അതിനും ഉപരിയായിട്ട് ഇനിയും തമ്പുരാന് ഞങ്ങളിലൂടെ ചിലത് നിറവേറ്റുവാനുണ്ട് എന്ന തിരിച്ചറിവാണ് ഒത്തിരിയേറെ കാലങ്ങളായിട്ട് നാളുകളായിട്ട് അനേകർ ഫോണിലൂടെ ഞങ്ങളെ വിളിക്കാറുണ്ട്. ഫോണിലൂടെ സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, പലരും പ്രാർത്ഥിക്കാൻ പറയും, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഫോണിലൂടെ സംസാരിച്ചു കഴിയുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പങ്കുവെച്ച് അവരെ ദൈവസ്നേഹത്തിലേക്ക് തമ്പുരാനിലേക്കൊന്ന് അടുപ്പിക്കുമ്പോൾ പലരും പറയാറുള്ളൊരു വാക്ക് മനസ്സ് ഫ്രീ ആയ ഒരു അനുഭവം എന്ന്, മനസ്സിൽ ഒത്തിരി ഒരു ആശ്വാസം കിട്ടിയ അനുഭവം എന്ന്. ഈശോ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ. അതുകൊണ്ട് തന്നെ ഇന്ന് പരാതികളില്ല എൻ്റെ ജീവിതത്തിൽ. ഈ 22 വർഷത്തോളം പിന്നിട്ട ഈ ജീവിതത്തിൽ മാതാപിതാക്കളിലൂടെ സഹോദരങ്ങളിലൂടെ കിട്ടിയ ഫുൾ സപ്പോർട്ടാണ് ഇന്ന് ഈശോ ജീവിക്കുന്നുവെന്ന് അനേകരോട് പങ്കുവെക്കുവാനും ഈ ഒരു അനുഭവത്തിൽ സന്തോഷം കണ്ടെത്തുവാനും ദൈവം ഞങ്ങളുടെ ജീവിതത്തെ അനുവദിച്ച് അനുഭവത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിലെല്ലാം മനസ്സിലാക്കുന്ന ഒന്ന്, ജീവിതത്തിലെ ഈ സഹനത്തിൻ്റെ ആ വലിയ മൂല്യതയെ കണ്ടുകൊണ്ട് ഇന്ന് അനേകരെ ഡൈവോഴ്സിൻ്റെ വക്കിൽ തകർന്ന കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കിന്ന് പറയാനായിട്ട് ഉള്ളിൽ വരുന്ന ഒരേ ഒരു വാക്ക്, കുടുംബജീവിതം എന്ന് പറയുന്നത് സെക്സിൽ മാത്രം അടങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതായത് ഒരു ഭാര്യ ഭർത്താവ് ജീവിതം എന്ന് പറയുന്നത് സ്നേഹത്തിൽ ഒന്നിക്കേണ്ട ഒന്നാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ, ഈ തളർന്നു പോയ അവസ്ഥയിലും ഇന്ന് ഞങ്ങൾ ജീവിതത്തിൽ തൃപ്തിയോടെ ഞങ്ങൾ ജീവിക്കുകയാണ്, അനേകർക്ക് മാതൃകയായിട്ട്. കാരണം എന്താ? ജീവിതത്തിൻ്റെ മൂല്യത എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് എന്നെ കേൾക്കുന്ന വ്യക്തിത്വങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് പലപ്പോഴും കുടുംബങ്ങളിൽ കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റു പലതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകും. ഞാൻ ആഗ്രഹിക്കുന്നത് ജീവിത പങ്കാളി ലഭിക്കാതെ വരുമ്പോൾ, മറ്റേ ജീവിത പങ്കാളി ആഗ്രഹിക്കുന്നത് എന്നിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ ഇന്ന് തകർന്നു പോവുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നൊമ്പരവും തകർച്ചയുടെ അനുഭവമായിട്ട് കടന്നുപോയി അവസാനം അതൊരു പൊട്ടിത്തെറിയായി മാറുന്നു, ഡൈവോഴ്സിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു. കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലൂടെ തരാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഇതിൽ മാത്രം ഒതുങ്ങുന്നൊരു ജീവിതമല്ല. അനാദികാലം മുമ്പ് ദൈവം തിരഞ്ഞെടുത്ത് ഒന്നിപ്പിക്കുന്ന കുടുംബജീവിതങ്ങൾ ദൈവത്തിൻ്റെ ആ ദയയുടെ കരുണയുടെ അനുഭവത്തിൽ പരസ്പരം പങ്കുവെച്ച്, ജീവിത പങ്കാളിയും ഞാനും പങ്കുവെച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി, പരസ്പരം വ്യക്തിത്വത്തെ മനസ്സിലാക്കി. എൻ്റെ ജീവിത പങ്കാളി ഏതവസ്ഥയിലാണ് ഞാനത് മനസ്സിലാക്കണം, ഞാൻ ഏതവസ്ഥയിൽ അത് എൻ്റെ ജീവിത പങ്കാളി മനസ്സിലാക്കണം. ജീവിത പങ്കാളിക്കൊരു വേദന വരുമ്പോൾ അത് എൻ്റെ വേദനയാക്കി മാറ്റണം. സ്നേഹം എന്ന് പറയുന്നത് ഇതാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന സ്നേഹം ഇത് തന്നെ. ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുമ്പോഴാണ് കുടുംബജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾ സംതൃപ്തിയോടെ മുന്നേറുന്നത് പരസ്പരമുള്ള ഈ പങ്കുവെപ്പും പരസ്പരമുള്ള ഈ തുറന്നുള്ള ഞങ്ങളുടെ സംസാര രീതികളുമാണ് എന്ന് ഞങ്ങൾക്കിന്ന് പറയുവാനായിട്ട് കഴിയും. നമ്മുടെ ഇന്നത്തെ യുവദമ്പതികൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആണിത്. വിവാഹത്തിന് ശേഷം 1 വർഷത്തിന് ഉള്ളിൽ ഭർത്താവ് കിടപ്പിലാവുകയും 22 വർഷത്തോളം അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ചെയ്ത ഒരു സഹോദരിയുടെ
ജീവിത സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഇതിൽ നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാം നമ്മൾ ഇതിൽ കണ്ടു. കാരണം ആ ഒരു ഇറോട്ടിക് ലവിൽ നിന്ന് ഉയർന്ന് അഗാപ്പെ വരെ എത്തിയ ഒരു സഹോദരിയാണിത്. അതുപോലെ തന്നെ നാർസിസം അഥവാ സ്വദേഹ പ്രേമം എന്ന് നമ്മൾ പറഞ്ഞ ആ വാക്ക്, അത് ഈ സഹോദരിയിൽ ഒട്ടും തന്നെ ഇല്ല. കാരണം 22 വർഷമായിട്ട് ഒന്നും തിരിച്ചു കിട്ടാതെ അങ്ങോട്ട് മാത്രം കൊടുക്കുന്ന സ്നേഹമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഈ പരാതികളും മാത്രം പറയും, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന് പറയുന്ന വ്യക്തികൾക്കുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള സഹോദരിമാരാണ് യഥാർത്ഥ വിശുദ്ധ ജീവിതം നയിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ഒരു കുടുംബമാണ്. അവർ ഈ യേശു ധ്യാനത്തിലൂടെ തന്നെ യേശുവിലേക്ക് നോക്കിയിട്ടാണ്, കുരിശിലേക്ക് നോക്കിയിട്ടാണ് ഈ സ്നേഹം സ്വായത്തമാക്കിയതെന്ന് നമുക്ക് മനസ്സിലാവും. ദിവസവും അവർ പള്ളിയിൽ പോകുന്നതും ഈശോയിൽ ആശ്രയിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലെ അനേകം കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കൂടെയാണ് ഇവരുടെ ജീവിതമെന്ന് നമ്മൾ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പരാതികളെ നമ്മൾ ഇല്ലാതാക്കുന്നതിന് ചില മാതൃകാ ജീവിതങ്ങളെ മുമ്പിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ പല വിശുദ്ധരുടെയും ജീവിതം വായിച്ചിട്ട് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതുപോലെ എങ്ങനെ അവർ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ചു. പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്ന ആളുകൾ പെണ്ണുങ്ങൾ വിശുദ്ധകളായിട്ട് മാറിയവരുണ്ട്. ഇല്ല, ഇതുപോലെ ജീവിക്കുന്ന ചില കുടുംബങ്ങൾ ഇന്നും ഉണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കാം. ഇതുപോലെ ഇപ്പം ഈ കാണിച്ച TV-യിൽ കാണിച്ചതുപോലെയുള്ളത് മാത്രമല്ല, ധാരാളം ഇങ്ങനെ നിശബ്ദമായി ഭാര്യയുടെ കുറവുകൾ മനസ്സിലാക്കി ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചു കൊടുക്കുന്ന ഭർത്താക്കന്മാരിൽ നിന്ന് ഒന്നും തിരിച്ചു കിട്ടുന്നില്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാര്യമാരും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഈ സമയത്ത് പ്രത്യേകം നന്ദിയോടെ ഓർക്കാം. മാർപ്പാപ്പ ഇതിൽ പറയുന്നത് ചില സിറ്റുവേഷനിൽ ഭാര്യയ്ക്ക് 1-2 കുട്ടികളുണ്ടായിട്ട് നല്ല പ്രായത്തിൽ ഭർത്താക്കന്മാർ വേറെ വല്ലയിടത്തേക്കും പോവും. എന്നിട്ട് 10-60 വയസ്സാകുമ്പോൾ അവരൊക്കെ ഉപേക്ഷിക്കുമ്പോൾ തിരിച്ച് ഈ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് ആ ഭർത്താവിനെ സ്വീകരിക്കുന്ന ഭാര്യമാരെ കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ തോന്നുന്നു എന്നാണ് മാർപ്പാപ്പ പറയണത്. അവർ ഈ കാലഘട്ടത്തിലെ വിശുദ്ധരാണെന്ന് അല്ലേ? അതിനെ മാർപ്പാപ്പ ഈ പുതിയ ലേഖനത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് മിഡിൽ ക്ലാസ് സെയിൻസ് എന്നാണ്. മിഡിൽ ക്ലാസ് മധ്യവർഗ വിശുദ്ധന്മാർ, ഇത്തരം ആളുകളെ മാർപ്പാപ്പ വിളിക്കുന്നത്. അതാണ് സഭയുടെ ശക്തി. അപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലുമായിട്ട് സ്നേഹത്തെ നിർവചിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ സ്നേഹം എത്ര നിർവചിച്ചാലും അത് നമുക്ക് തീരുന്ന ഒരു വിഷയമല്ല. അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ തുടർച്ചയായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നമുക്ക് മനസ്സിലായൊരു കാര്യം, മനുഷ്യന് സ്വന്തം കഴിവ് കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല അത്. നമ്മൾ മാഷ് നേരത്തെ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് സ്നേഹിക്കാനും സ്നേഹം വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവ് വഴി നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടണം. എങ്കിൽ മാത്രമാണ് അനുദിനം നമ്മളുടെ കുടുംബജീവിതത്തിലും വിവാഹ ജീവിതത്തിലും ഈ സ്നേഹം ആസ്വദിക്കാനും ഒരു ആനന്ദമാക്കി മാറ്റാനും നമുക്ക് സാധിക്കുള്ളൂ. ഈ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ 13 ലക്ഷണങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ പുതിയ ചർച്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് സ്നേഹത്തിലായിരിക്കാം.